കോവിഡിന് ശേഷം വന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. എല്ലാ വീടുകളിലും ആവശ്യത്തിൽ കൂടുതൽ വണ്ടി ഇപ്പം ആയിട്ടുണ്ട്. അതിൽ തന്നെ പ്രായമായിട്ടുള്ളവരും വണ്ടി ഓടിക്കാനായിട്ട് ഇപ്പം പഠിച്ചു, അവരും റോഡിൽ ഇറങ്ങി ഓടിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഇടയിലാണെന്നുണ്ടെങ്കിലും വണ്ടി ഓടിക്കുന്നത് ഭയങ്കരമായിട്ടും കൂടിയിട്ടുണ്ട്. അപ്പൊ അത് കാരണം സംഭവിച്ചിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം നല്ലതാണ്. കാരണം വീട്ടിലുള്ളവര് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇവര് പ്രായമുള്ളവരാണെന്നുണ്ടെങ്കിലും സ്ത്രീകളാണെന്നുണ്ടെങ്കിലും വണ്ടിയും കൊണ്ട് നടക്കുന്നതൊക്കെ സംഭവം നല്ലത് തന്നെ. പക്ഷേ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്ന കാരണം ചില പെണ്ണുങ്ങളുടെയും അതുപോലെ ചില കിളവന്മാരുടെ പേര് അവന്റെ അമ്മയെ കെട്ടിച്ച റോഡാണ് എന്നുള്ള രീതിയിലാണ്. നമ്മൾ റോഡെ കൂടെ പോയി കഴിയുമ്പോഴത്തേക്ക് ഇവന്മാർക്കൊന്നും ഒട്ട് ഓടിച്ച് മുമ്പോട്ട് പോകാനായിട്ട് പേടിയാവും. പേടിച്ച് കൊണച്ചൂത്തി ഓടിച്ച് പോവുകയും ചെയ്യും. നമ്മൾക്ക് ഹോൺ അടിച്ചാൽ പോലും സൈഡ് വരാതെ നടുക്ക് ഒറ്റയടിക്ക് പിടിച്ചേ പോകത്തുള്ളൂ. അത് സൈഡിലോട്ട് മാറ്റി തരത്തില്ല. സ്പീഡിൽ പോകത്തുമില്ല. ഈ കൊണച്ചുകുത്തി ഫ്രണ്ടിൽ പോയി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. സത്യം പറഞ്ഞാൽ ചില സമയത്ത് ഇടിപ്പിച്ച് കൊല്ലാനായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അത്രയ്ക്ക് മാറ്റി തരത്തില്ല എത്രയാണെന്നുണ്ടെങ്കിലും. ഇവനൊക്കെ പേടിയും ഇതാണെന്നുണ്ടെങ്കിൽ സാമാനം എടുത്തിട്ട് ഇറങ്ങാതെ വീട്ടിലിരിക്കത്തില്ല, എടുത്ത് റോഡെ കൊണ്ടുവരികയും ചെയ്യും. ബാക്കിയുള്ള എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ മെനക്കേട് ഉണ്ടാക്കി തരികയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ വീഡിയോ കാണുന്ന പ്രായമായിട്ടുള്ളവരോ സ്ത്രീകളായിട്ടുള്ളവരൊന്നും ചിന്തിക്കുക, നിങ്ങൾക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകും. ഒരു സൈഡിലൂടെ പോകാം. അറ്റ്ലീസ്റ്റ് ഹോണെങ്കിലും കേൾക്കുമ്പോഴത്തേക്കും ഒന്ന് സൈഡ് കൊടുത്ത് മിററിൽ നോക്കി സൈഡെങ്കിലും കൊടുത്തൊന്ന് പോകും. ഇത് അതുമില്ല. ഹോണടി കേട്ട് കഴിഞ്ഞാൽ ഉടനെ ഒപ്പീനെ എടുത്ത് അടുപ്പോട്ടെടുത്ത് പിടിക്കും. നിങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ പുറകെ വരുന്നവന് പറ്റുന്നതുകൊണ്ടാണ്. അവന് വേണ്ടിയിട്ട് മാറ്റി കൊടുക്ക്. അപ്പൊ അതൊരു റിക്വസ്റ്റ് ആണ്, അതെടുത്ത് മാറ്റാൻ നോക്കാം. അല്ലാതെ ഇങ്ങനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ, അത് ഈ പ്രായമായവർ വണ്ടി ഓടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മക്കൾ കാണുന്നുണ്ടെങ്കിൽ തന്തേ നല്ലൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഏതെങ്കിലും ഒരു സൈഡ് പിടിച്ചുണ്ടാക്കാൻ പറ. അവർക്ക് ധൃതിയില്ലെന്നുണ്ടെങ്കിൽ 10-20 സൈക്കിൾ ചവിട്ടുന്ന പോലെ തന്നെ സൈഡിൽ നിരങ്ങി പോകാൻ പറ. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാന്ന് പറ. ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. നമുക്ക് കാണുമ്പോഴത്തേക്കും നമുക്ക് സത്യം പറഞ്ഞാൽ ഇറങ്ങി അവൻ്റെയൊക്കെ അമ്മയ്ക്ക് വിളിക്കാനായിട്ടാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ അത്യാവശ്യത്തിന് പോകുമ്പോഴത്തേക്കും നമ്മളും അങ്ങ് വിട്ടടിച്ചങ്ങ് പോകുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ചിലരാണെന്നുണ്ടെങ്കിൽ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ കടന്നു കൊണ്ടുവന്ന് ഒറ്റ പിടുത്തം പിടിച്ചങ്ങ് നിൽക്കും. ഈ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് റോഡ് എത്തുന്ന അവർക്ക് തിരിയേണ്ട സ്ഥലത്ത് എത്തുന്നതിന് തൊട്ട് മുമ്പിടേണ്ട സാധനമല്ല. കുറച്ച് മുന്നേ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന വണ്ടിക്കാർക്ക് മനസ്സിലാവും ഇടത്തോട്ടോ അല്ലെങ്കിൽ വടത്തോട്ടോ ഉണ്ടാക്കാൻ നിൽക്കുകയാണെന്ന് മനസ്സിലാവും. ഇത് അത് ചെയ്യത്തില്ല. തുമ്പത്തെത്തി കഴിയുമ്പോഴത്തേക്ക് എടുത്ത് അങ്ങോട്ട് ഇത് എന്താ പറയാ അങ്ങ് വെട്ടിച്ചങ്ങ് മാറ്റത്തുള്ളൂ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ മിഷനിൽ ഓടുന്ന സാധനമാണ്. പിടിച്ചെടുത്ത് നിൽക്കണമെന്നില്ല, അതുകൊണ്ടൊന്ന് ഇടിപ്പിച്ച് കയറ്റി കൊടുക്കും. അതുകൊണ്ടാണ് ഈ വർഗത്തിനൊക്കെ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊക്കെ വലിയ ഡ്രൈവർമാരാണ്, മറ്റൊരാണ് മറിച്ചാണെന്നല്ല പറയുന്നത്. നമ്മളൊക്കെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാനാണ് റോഡെ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഇതൊക്കെ സ്വന്തമായിട്ടും ബുദ്ധിമുട്ട്, മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാണ്ടിരിക്കുക. ഇനിയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്രായമായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും ശരി, ചില പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിലും ഒന്ന് മര്യാദക്ക് ഒന്ന് വണ്ടി ഓടിക്കാനൊന്നും നോക്ക്.